മോളെ ഇച്ചിരി നല്ല വെള്ളം ഇങ്ങടുത്തെ. അമ്മ കണ്ടേ സന്ധ്യാനേരത്ത് ഓരോരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തമ്മേടത്തി. ഗുണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, മതിയാക്കി പോവാൻ. തീർന്നു, ഇച്ചിരി കൂടെ ഉള്ളു. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ടും മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോടാർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അതിന് പിള്ളേച്ചൻ കനാലിന്റെ കോൺട്രാക്ട് പണിക്ക് മേശരി ആയിട്ട് വന്നതല്ലേ. ശാന്തമ്മേടത്തി കല്യാണം കഴിച്ചു കൂടിയതാ, ലവ് ആയിരുന്നു. ആണാ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമ്മേടത്തി. അതെ ശാന്തമ്മേടത്തി, പിള്ളേച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വിളക്ക് കത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ? മോളെ കണ്ട അമ്മയാന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാൽ എങ്ങനെ അമ്മയാന്ന് പറയാ? ഓ പിള്ളച്ച, പൊടിക്ക് തമാശയൊക്കെ ഉണ്ട്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളേച്ച, നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാം മീശ മാധവനെ ഒന്ന് പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി. നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം, വേണ്ടേ? രുക്മിണി കേറി പോടിയാത്ത. കുടിച്ചിഷ്ടമായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ഭേദി ഒന്നും ചെയ്തേക്കരുതേ. ഇതൊരു സാധു മൃഗമാണ്. പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലേ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. പിള്ളച്ച, ഞാനിത് കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്. നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ല. ആ ദേ, നീ അവളിരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നോ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നീ ചെല്ല്. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ് മാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവേലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്. പ്രായം അതല്ലേ. അവിടെ എന്താണ്? കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവൻ ഓർമ്മകളായ വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. അല്ല, രുക്മിണിക്ക് അറിയോ, മാധവൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. ആർക്ക് വേണ്ടിട്ട് കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണി ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ. അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം, കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോട്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? മാധവൻ ഇനി കക്കൂല്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞെന്ന് 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ?
ബാക്കിയുള്ള എന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈ ഇപ്പം പാപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? അയ്യേ എന്റെ ഈശ്വര, ഈ തെണ്ടിനെ ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. എടാ വേണേ ചക്ക വേരയിലും കായ്ക്കും. ആ ടാറ്റ. ആലോചിക്കുമ്പോഴാ പാട്ടി തെണ്ടി ചേറ്റെ ആറി. നിനക്ക് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കണല്ലടി ഗുണ്ടുമുളകെ. കിടക്കണ കിടപ്പിൽ ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചെന്നാണ്ടല്ല. 10 മാസം വയറും തള്ളി അമ്മേ നിന്നെ അരച്ച് കലക്കി ചമ്മന്തേക്ക് ഒറ്റടി. പാപ്പച്ചോട് നീ പരാതി പറയില്ല. ഈശ്വരൻ എന്റെ കൂടെയാ. ഇത് ഞാൻ എടുക്കാണേ. ഇങ്ങനെ ചക്ക വെട്ടിട്ട പോലെ കിടന്നുറങ്ങരുത്. ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയാലും കൂടി അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോ നിന്നെ കാണാൻ നല്ല ചന്ത. നിന്റെ കൂമ്പിയ താമരമൊട്ട് പോലുള്ള ഈ കണ്ണുകളും. അങ്ങനെ പോവല്ലേ. പറഞ്ഞാ വിശ്വസിക്കൂലെന്ന് അറിയാവുന്നോണ്ട് തെളിവിനായിട്ട് ഞാൻ ഒരു സാധനം എടുത്തിട്ടുണ്ട്. കാണണോ? ഓ തരാ ബീജരി കൊൻബൽവത്തന കപ്പലുമയത്തും അറിഞ്ഞാണ മോഷണത്തിന്റെ ഒരു ഹര പറഞ്ഞത് ഇതാദ്യായിട്ട് പാൻഡപ്പടെ കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചല്ലേ. ദാ വച്ചോളൂ. ഇതാ അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പറഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയാ. അവിടെ തന്നെ കിടന്നോട്ടെ.
കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. ദാ, വച്ചോ. എന്താ പറ്റിയേ? ആ കുട്ടിക്ക് കുളിക്കാൻ ഈ പുഴയിലെ വെള്ളം പോരാന്ന്. അത് ആന മെലിഞ്ഞതാണോ? വേഗം വാ. ഏ? ഇതിലിട്ടോ. 1000 രൂപ. 1000 ഉലുവേ. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ? ഉം. കൂട്ടണോ? കൂട്ടാം. 1 രൂപ. 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈനം പേച്ച് ചപ്പടാച്ച്. ഈപ്പം പാപ്പച്ചി. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാന്തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിൽ നാ നാറി മാന്തിയ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലും അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായി നടക്കുന്ന കാര്യം വല്ലതും പറയണോ? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. ഒറ്റ വെച്ച അമ്മ ഉണർന്നപ്പിന് ഈ പോകും പ്ലാനിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, ആ ഈപ്പം പാപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കൊട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പൊരയ്ക്കകത്തുണ്ടാവോ അതോ പൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. തെണ്ടി, താൻ ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ. കുടിക്കണോ? തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള. കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? വെച്ചോ. ഇനി ആരും കാണൂല. ഓക്കെ, നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ വെക്കട്ടെ? ഒന്നും വേണ്ട, താമ്പാ. ഈ പാരയെന്തിയും നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. കണ്ണു നോക്കുന്നില്ല, നോക്കി നടക്കുവകയാ. നമസ്കാരം. നമസ്കാരം. എന്താടാ? നമ്പൂരശൻ പറഞ്ഞു വിട്ടതാ. പിള്ളേച്ചന്റെ 25,000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. SI പോലീസുമായിട്ട് ഇപ്പൊ എത്തും നിന്നെ പൊക്കാൻ. ഇവിടെ കല്യാണ നിശ്ചയം എന്നൊക്കെ നമ്പൂരശൻ കുറെ പറഞ്ഞു നോക്കി. എന്താ പ്രശ്നം? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അവരാരും അറിയണ്ട, ഞാൻ പിന്നെ അപ്പുറത്തോടെ പൊക്കോളാം. ഇവിടെന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കേറി തപ്പ്. ആരോ ഇവരെന്താ ഈ കാണിക്കുന്നത്? അകത്തല്ല, പുറത്ത്. പുറത്തല്ലേ? സാറേ, മാറിക്കടാ. എന്താടാ ഇവിടെ? കുഴി മാന്ത്ര. ഇപ്പോഴെന്തായി? തുറക്കടാ. ചക്കക്കുര സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടാ ഇവിടെ. അത് എടാ പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? അതൊന്നുമില്ല സാർ. ഇവിടെ തന്നെ ഉണ്ട് സാർ. പറയടാ, എവിടെയാടാ കാശ് ഒളിപ്പിച്ചത്? എന്റെ സാറേ, എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്? ചൊളയും പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും?
കൊരങ്ങൻ നമ്പൂരേ, ഓ പ്രതിയെ ചോദ്യം ചെയ്യ്. ഇന്നലെ രാത്രി നീ പിള്ളേച്ചന്റെ വീട്ടിൽ കയറി മോഷിച്ചോടാ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം സാർ ഇത് തന്നെ പറയണു. ഇങ്ങനെയാണോ നമ്പൂരി ചോദ്യം ചെയ്യുന്നത്? 10-20 വർഷമായില്ലയോ സർവീസിൽ? ഇനി ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കാണിച്ചു തരാം. എവിടെയാടാ പണം പൂഴ്ത്തിയത്? മതി സാറേ, അവൻ ചത്തുപോകും. കട്ടണി ആ കാശെടുത്ത് കൊടുത്തേക്കടാ, വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. നമ്പൂരി, ഇതുപോലെ ചോദിക്ക്, എന്നാലേ അവൻ സത്യം പറയൂ. സാറേ ചോദിക്കടോ. ഈ കോട്ടിട്ടുകൊണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണെങ്കിലും നീ എന്നെ കൈവിടരുത് തേവരേ. എടോ 316, അവനെ ഇങ്ങോട്ട് ഇറക്ക. യവനെല്ലാം കൂടെ ഈപ്പം പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ചൊലത്താൻ വന്നതാ. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്റെ കക്ഷിയെ ഇറക്കി വിടുന്നതാണ് സാറേ ബുദ്ധി. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. പൂര കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? വക്കീൽ എസ്ഐയുടെ ഫീസ് ഊരി. അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. പിള്ളേച്ചൻ ഇങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ. നീ രാത്രി പിന്നെയും പോയി ആ കുഴി മാന്തിയോ? ആദ്യം നീ പണ്ടാരമടങ്ങ്, ബാക്കിയെങ്കിലും എനിക്കിതാ. ഇങ്ങനെ ചങ്കി കുത്തറ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു അറിയോ? ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. ഇത് നിന്റെ ബുദ്ധിയല്ലേ? തന്റെ മോളും കൂടെ
എന്റെ പെങ്ങൾക്ക് വന്ന് നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്. കൽമയിത്താത്ത നാളെ ചെമ്പ്രയ്ക്ക് പോണ്ട് ചെക്കന്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളേച്ച കൊല്ലും ഞാൻ നിങ്ങളെ. പിന്നെ കൊല്ലല്ലേ, മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട. കൊല്ലാൻ പിള്ളേച്ചൻ എന്താ കോഴിയാ? ത്രിവിക്രമിന് പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. എന്റെ പക്ക 5000 എടുത്തിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായല്ലോ അച്ഛനും മോക്കും. അവനെന്ന് അറിഞ്ഞ് ശപിച്ചാ ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീറായി പോവും. നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ 4 ഇരട്ടി അവൻ തിരിച്ചു കൊടുത്തു.